ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, ഇപ്പോൾ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യമാണ്, ഒരു മലയാളം ചാനലിൽ വന്നതാണ്. ഒരു ഓസ്ട്രേലിയക്കാരിയായ ഒരു ലേഡി ഒരുപാട് കാര്യങ്ങൾ വെൽ ഇംഗ്ലീഷൊക്കെയാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു. അതിൽ പറയണത് എങ്ങനെയാണ്, അവരെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അവരിവിടെ പോകുമ്പോൾ ഫോളോ ചെയ്യുന്നു, അവിടെ പോകുമ്പോൾ അവരെ തന്നെ ലക്ഷ്യം വെച്ച് പോവുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. അപ്പം അത് സാറൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് വിവാദമായ, ഒരുപാട് പേര് അത് കേട്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മനഃശാസ്ത്ര ആ ഒരു ലോകമുണ്ടല്ലോ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഒരു കൂട്ടം ആളുകൾ. അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം. തീർച്ചയായിട്ടും വളരെ ഇപ്പോൾ ഈ സമീപത്തിലാണ് തോന്നുന്നു ഇത് വന്നത്. എനിക്ക് തന്നെ ഒത്തിരി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കോളുകളും മെസ്സേജുകളൊക്കെ വന്നു, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അത് ഭയങ്കര മിസ്ഗൈഡ് ചെയ്തൊരു കാര്യമാണ്. ആസ് എ സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിക്ക്, ഒരു മനോരോഗ വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് നമുക്കിതിന് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഒട്ടും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ഓസ്ട്രേലിയക്കാരിയല്ല, ഓസ്ട്രേലിയയിൽ ജീവിച്ച 12 കൊല്ലത്തോളം ജീവിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് പറഞ്ഞത്. പക്ഷെ അവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് അത് ശരിയാണെന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പാർട്ട് ഞാൻ കേൾക്കാനിട വന്നു, എനിക്ക് ഒരാരോ അയച്ചു തന്നിട്ട്. അപ്പോൾ അതിൽ അവരെന്നെ പറയാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല, അസുഖം തന്നെ ഇല്ല, അതൊക്കെ ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടെന്ന് പറയണം. കാരണം ഒരു അസുഖം ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതല്ല. അതിന് കുറേ എവിഡൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, കുറേ പഠനങ്ങൾ നടത്തി രാജ്യമൊട്ടാകെ, ഒരു ഇന്ത്യയിലല്ല മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. സ്പ്ലിറ്റ് മൈൻഡ്, മനോവിഭജനം, മനസ്സിൻ്റെ ആ തോട്ടിൽ വരുന്ന ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് A to Z, ഇപ്പോൾ ഈ ലേഡി ഇതിൽ ഇൻ്റർവ്യൂ ചെയ്ത സിംറ്റംസിൽ A to Z ഒരു ഡയഗ്നോസിസിൻ്റെ ഇതിൽ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ. ഒരു 100 പേഷ്യൻറ്റിനെ കാണണമെങ്കിൽ ഒരു 10-15 പേഷ്യൻ്റെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർ വരികയും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംശയാസ്പദമായ കാര്യങ്ങൾ അത് നമ്മൾ അതായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാം റിയലായിട്ടേ തോന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഒരു അനക്കം കേട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അവിടെ ഒരു വർക്ക് കിടക്കണമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുക എന്നെ ഫോളോ ചെയ്യണ മാതിരി കണ്ടില്ല, ശബ്ദം കേട്ടില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നടക്കുകയാണ്, അങ്ങനെയുള്ള തോന്നില്ല. അങ്ങനെ അതായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ മൈൻഡ് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ, ആ ഫോക്കസിലേക്ക് പോവുള്ളൂ. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവർ തന്നെ അതിൽ പറയുന്നുണ്ട് 12 കൊല്ലമായിട്ട് അവർ തിരിച്ചു വന്നു, നാട്ടിലേക്ക് വന്നു. അവർ ചിലപ്പോൾ തിരിച്ചു വിട്ടതായിരിക്കും, ചിലപ്പോൾ ആ ജോബിൽ നിന്ന് പിരിച്ചു വിട്ടതായിരിക്കും. അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ ഈ ചാനലുകാരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും തന്നെ നമുക്ക് ഫോളോവേഴ്സ് കിട്ടാനോ നമുക്ക് കുറേ ആളുകളെ എന്തെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കാനോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറുവശത്ത് കുറേ രോഗികൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ അങ്ങനത്തെ ഒരു അഡ്വൈസ് ഒരിക്കലും കൊടുക്കരുത്. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ ഒരാളുടെ ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാനൊക്കെ പറയാന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനിൽ കൂടിയും ഈ അസുഖത്തിനെ പറ്റിയിട്ട് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ കുറേ ആളുകൾ, ഇപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് എന്നെ ഒരു ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് അയച്ചു തരുന്നത്, എന്താണ് ഡോക്ടർ ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തത്ര ആളുകളെ തെറ്റിദ്ധരിച്ചിട്ട് ഇതാകണം. ഞാൻ മുമ്പൊക്കെ ഒരു പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചികിത്സാരീതി ഏതെന്ന് ചോദിച്ചാൽ മാനസിക രോഗമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണമല്ല. അപ്പോൾ ഇത്തരം ബിഹേവിയറിലോ കാര്യങ്ങളിലോ കണ്ടുപിടിക്കുന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ കാണിക്കുന്നതിൻ്റെ ബേസിൽ നമ്മൾ പലതും അവർക്ക് അസ്യൂം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ റിയാലിറ്റി മാതിരി നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ സ്കിസോഫ്രീനിക് പേഷ്യൻസിൻ്റെ ഒരു വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇവർ പൊതുവേ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഇൻട്രോവേർട്ട് ആയിരിക്കും. പൊതുവേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഇൻ്റലിജൻസ് ആയിരിക്കും. വലിയ വലിയ ഹയർ പൊസിഷൻസിലൊക്കെ ഈ അസുഖമുള്ളവർ മെഡിസിൻ കഴിച്ചിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഷ്രൂഡായിരിക്കും, ഭയങ്കര പോയിൻറ്റഡ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ ആ മെഡിസിൻ കഴിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ നല്ല ബ്രെയിൻ പ്രോപ്പറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യും. അതില്ലെങ്കിൽ ശരിക്കും അബ്നോർമലാവും സംതിങ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പോയിൻ്റ് ആയിരിക്കും, പക്ഷെ ആ പോയിൻ്റ് അല്ലാത്ത രീതിയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തങ്ങ് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും.
പക്ഷെ അത് നിങ്ങൾ റിയാലിറ്റീനെ ചെന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ റീച്ചിലെത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു വിഭാഗം ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ചിത്തഭ്രമം. മണിച്ചിത്രത്താഴ്. അപ്പോൾ അതിൻ്റെ ആ തോന്നല് അതിൻ്റെ പല ഭാഗങ്ങളുണ്ട് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഡെലൂഷൻ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പോൾ ഡെലൂഷൻ ഡിസോർഡറൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് യാഥാർത്ഥ്യമായിട്ട് തോന്നും. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കഥ കൂടി ഞാൻ ഓർക്കുകയാണ്. കുറേ മുമ്പ് വന്നിട്ടില്ല ഒരു സാധാരണ ഫാമിലിയുള്ള ആൾ. അയാൾ എപ്പോഴും പറയും അയാൾക്ക് കുറേ കാലങ്ങളായിട്ട് എൻ്റെ മെഡിസിൻ കഴിക്കുന്നതാണ്. പക്ഷേ അയാൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ് എന്നാ പറയാം. അതായത് ഒരിക്കലും കുലുങ്ങാത്ത ബിലീഫ്. അതായത് പിന്നെ അത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ അത് ഒരിക്കലും അതിന് വ്യതിചലിക്കില്ല. അതന്നെ ശരിയെന്ന് തന്നെ അവർ വിശ്വസിക്കുകയുള്ളൂ. അതിനാണ് ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്. അതിനാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ നമുക്കങ്ങനെ തോന്നിയാലും അവരത് അതിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അത്തരത്തിലൊരു തോന്നലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അവൻ വിശ്വസിക്കുന്ന റിലീജിയൻ അല്ലാത്ത മറ്റ് റിലീജിയൻ്റെ എല്ലാ റിലീജിയനിലും വഴിപാടുകളും നേർച്ചകളും ഒക്കെ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരും. അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇതെല്ലാം കൂടി ചെയ്യുന്ന എല്ലാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ മരുന്ന് തരുന്നുണ്ട്, എൻ്റെ രോഗത്തിൻ്റെ ഒരു പകുതിയിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ അതിലെനിക്ക് ഉറപ്പ് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നല്ലാതെ വേറെ ഒന്നും അതിനെക്കൊണ്ട് ഗുണമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ബാലൻസ് ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾ നല്ല ചിരിച്ചുകൊണ്ടാണ് പറയാം, നിങ്ങൾ ഡോക്ടർമാർ അതൊന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു വട്ടം ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് തമാശയായി തോന്നും, പക്ഷെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും അയാളുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഡോക്ടർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ശരിക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം? ഗാന്ധി കുടുംബം നിങ്ങൾക്ക് അറിയില്ലേ? ഇന്ദിരാഗാന്ധി കണ്ടിട്ടില്ലേ? അങ്ങനെ ആ ഫാമിലി എന്നൊക്കെ ഉള്ള ഇതിൽ നിന്നാണ് ഞാൻ കല്യാണം. അപ്പം നമുക്കത് ശരിക്കും എന്തൊരു തമാശ തോന്നിപ്പോയെങ്കിൽ അയാളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ നമുക്കൊരു ഇമാജിൻ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷെ അയാൾ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കേണ്ട ആളാണ്. അതെന്തായാലും അതിലേക്ക് തന്നെ എത്തിപ്പെടുമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അതങ്ങനെ തന്നെ ആവും. യാദർച്ഛികമെന്ന് പറയട്ടെ, നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാരും ചിലപ്പോൾ എല്ലാവരും ആൾക്കാരും അതിലേക്ക് വീണുപോയി ഇത്തരത്തിലേക്ക് ഇയാൾ അനുഭവങ്ങൾ കേട്ടപ്പോൾ. പിന്നെ അയാൾ പറഞ്ഞു, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഒരു കാരണമില്ലാതെ, നമുക്ക് ആർക്കും അറിയില്ല, അന്ന് സർപ്രൈസാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോഴൊക്കെ ചൂസ് ചെയ്തപ്പോഴൊക്കെ. നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടപ്പോഴൊക്കെ വിചാരിച്ചത് വെറുതെ പറയാണെന്ന്. പക്ഷെ വന്നപ്പോൾ ഇലക്ഷനിൽ നിന്നും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടൊക്കെ ജയിച്ചു പോയി. ആ സമയത്തും ഇയാൾ എൻ്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇയാൾ പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ അവര് നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അവര് എങ്ങനെ ഇവിടെ മത്സരിച്ചു, എങ്ങനെ കേരളം ചൂസ് ചെയ്തു, എത്ര സ്റ്റേറ്റുകളുണ്ട്, എത്ര സ്റ്റേറ്റിന്റെ പല സ്ഥലങ്ങളുണ്ട്, എങ്ങനെ ഈ വയനാട് തന്നെ എടുത്തു. അപ്പോൾ അത് ഇയാളടുത്തേക്ക് അടുത്ത് വരിക എന്നുള്ളതാണ് അയാളുടെ നിഗമനം. അപ്പോൾ ഇതേ കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറെ കണക്ഷൻസ്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ നടന്നു. രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോഴും രാഹുൽ ഗാന്ധി തന്നെ അവിടെ നിന്നു. രാഹുൽ ഗാന്ധി നിന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ഈ പ്രതിജ്ഞ വീണ്ടും കട്ടികൂടുകയാണ്. കാരണം അയാൾ ഇവിടുന്ന് പോകുന്നില്ല. പല ആളുകളും പറഞ്ഞു അയാൾ നോർത്ത് ഇന്ത്യയിൽ നിൽക്കും, നോമിനേഷൻ കൊടുത്തിട്ടില്ല, നാളെ കൊടുക്കും, മറ്റന്നാൾ കൊടുക്കും. അപ്പോൾ നോമിനേഷൻ കൊടുത്തപ്പോൾ ആ ഭാഗത്തും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇവിടെയും കൊടുക്കാൻ കാരണം എന്താണ്? ഇദ്ദേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹം അത് ഓപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് വിട്ടുകൊടുത്തു. ഇത് വിട്ടുകൊടുത്ത ആർക്ക് വേണ്ടിയിട്ടാണ്? അയാളെ സ്വന്തം പെങ്ങക്ക് വേണ്ടിയിട്ട്. പെങ്ങക്ക് വേണ്ടി കൊടുത്തപ്പോഴും വീണ്ടും അദ്ദേഹത്തിനായിട്ടുള്ള അടുപ്പം വരികയാണ്. അല്ലാതെ വേറെ ആരൊക്കെ എത്ര ആൾക്കാർ നിൽക്കാനുണ്ട്? അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ യോജിപ്പ് തോന്നും. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഓരോ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടൊക്കെ വരുന്നത്. നമ്മൾ അവരോട് കളിയാക്കുകയല്ല വേണ്ടത്. അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ, അതിലേക്ക് തന്നെ ആയി തീർക്കുന്നുള്ളൂ. അതൊക്കെ മെഡിസിൻ കൊടുത്ത് വരുമ്പോൾ അയാൾ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ അത്ര ചിന്തിക്കുന്നതിൽ വലിയ ഫൂളിഷാന്നൊക്കെ തോന്നിയിട്ട് അതിനിങ്ങനെ മാറി മാറി വരികയാണ് സാധാരണ പതിവ്. അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് വരണം, അല്ലെങ്കിൽ അയാളെ അതിന് വേണ്ടപ്പെട്ട കൗൺസിലിങ്ങും അതാത് സമയത്ത് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കി കൊണ്ടുവരിക വേണ്ടത്. അല്ലാതെ ഇത്തരം റോങ് മെസ്സേജസ് ആളുകളിലേക്ക് പോകുമ്പോൾ ഒരു വിഭാഗം ആളിലെങ്കിലും അത് മിസ്ഗൈഡ് ചെയ്യും, അതിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത്തരം ചാനലുകളൊക്കെ ഫോളോവേഴ്സിനെ കിട്ടാനും ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് ഒരു ശരിയല്ല. എനിക്ക് ആ ഒരു ചാനൽ കണ്ടപ്പോൾ ആ ചാനലിൻ്റെ ഒരു എന്തോ പറഞ്ഞാൽ അവരോട് എന്താണ് ഇവരൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ആളുകളിലേക്ക് ഇത്തിരി എത്തിക്കുന്നത്? വെറും ഫോളോവേഴ്സിനെ കിട്ടുക എന്നുള്ളത് മാത്രമാണോ തോന്നിയത്? സാർ, ഇതിപ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ബോധ്യമുണ്ട്. പക്ഷെ പുതിയ തലമുറ, ഈ ലോകത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞു മനസ്സുകൾ, പുതിയ തലമുറ, അവർ കംപ്ലീറ്റ് നെഗറ്റീവ്
തോട്ട്സിലൂടെ ഇതൊക്കെ ഇവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷനിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. നാളത്തേക്കൊരു നല്ല സമൂഹത്തെ അല്ലല്ലോ സാർ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ഭയങ്കരം തന്നെയാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. എസ്പെഷ്യലി നമ്മളെ ലിറ്ററസി ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിരുന്നു. അപ്പം അതിനൊക്കെ സാറ് ഉത്തരം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു സങ്കടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ എഴുതി ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പം ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്.